വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോർ റെന്റ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുന്നിലേക്ക് വന്ന ബാഡ്സിനെ കണ്ടപ്പോൾ സ്മൈൽ ചിന്തിച്ചത് ഉണ്ണിയെങ്ങാനും ഇക്കാര്യം പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ് എന്നാണ്. ബാഡ്സ് അവളുടെ അടുത്ത് ചെന്നിരുന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തിരുത്തിയെങ്കിലും സ്മൈൽ നൈസായി ഒഴിഞ്ഞു മാറി നീങ്ങിയിരിക്കുന്നു. എന്ത് പറ്റി, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ബോയിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം, പക്ഷേ ഫീസുണ്ട്, 5000 രൂപയാണ് എന്നവൻ പറയുന്നു. ചേഞ്ച് ചെയ്യാമെന്ന് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഫീസ് കേട്ടപ്പോഴേക്കും ഞെട്ടലായി മാറുന്നുണ്ട്. അത്രയും കാശുണ്ടെങ്കിൽ എനിക്ക് ഓപ്പയുടെ കൺസൾട്ട് ടിക്കറ്റ് വാങ്ങാം, ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് സ്മൈൽ പറയുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ ധൃതി വെക്കല്ലേ, നമുക്കാദ്യം പരസ്പരം സംസാരിക്കാം. അതായത് നീ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ബോയ് ഫോർ റെന്റിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട സ്ഥിതിയിലെത്തിയത് എന്ന് സ്മൈൽ ചോദിക്കുന്നു. പെട്ടെന്ന് അതിന് നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് ബാഡ്സ് തിരിച്ചു ചോദിക്കുന്നു. പിന്നില്ലേ, ഞാൻ നിന്റെ കോളേജിൽ നിന്റെ വിഭാഗത്തിൽ തന്നെ ഫ്രഷ്മാൻ ആണ്, സീനിയേഴ്സിന്റെ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിന്റെ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുമുണ്ട് എന്ന് സ്മൈൽ പറയുന്നു. അവളുടെ മുഖം ഓർത്തെടുക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. മൈക്ക് സ്റ്റാൻഡുമായി നിന്നത് ഞാനാണ് എന്നവൾ പറയുന്നു. ഓ, അത് നീയായിരുന്നോ? അതുപോട്ടെ, വേറെ എന്താണ് നിനക്ക് അറിയേണ്ടത്? ബോയ് ഫോർ റെന്റിലെ ബോയ്സ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം ചെയ്യുമോ എന്നവൾ ചോദിക്കുന്നു. നോർമൽ കപ്പിൾസ് ചെയ്യാറുള്ളത് പോലെ എല്ലാം ഇവിടുത്തെ ബോയ്സ് ചെയ്യും. ഒരു കാര്യം മാത്രം പറ്റില്ല, കസ്റ്റമേഴ്സുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്നവൻ പറയുന്നു. നിനക്ക് ആൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ? എൻ്റെ ഫ്രണ്ട് നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു, പക്ഷേ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നീ അവളെ റിജക്റ്റ് ചെയ്തു. അവൾ മുറിയിൽ വന്നിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് സ്മൈൽ പറയുന്നു. ഓ, ആ ടെഡിബിയർ ഗേൾ ആണോ എന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ അത് ടെഡിബിയർ അല്ല, കങ്കാരു ആണ് എന്ന് അവൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. നീ ബോയ് ഫോർ റെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിന്റെ ഗേൾ ഫ്രണ്ട് അറിഞ്ഞാൽ പ്രശ്നമാകില്ല എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ അവൻ വിഷയം മാറ്റുന്നു. നിന്റെ ആപ്ലിക്കേഷൻ വായിച്ചപ്പോൾ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നി, അതൊന്ന് ക്ലിയർ ചെയ്തു തരാൻ അവൻ പറയുന്നു. ഞാൻ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ ഹെഡ് ബീറ്റ് കൂട്ടാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കുകയാണ് നിന്റെ ജോലി എന്ന് അവൾ പറയുന്നു. അതേസമയം മുന്നിൽ കൈറോയെ കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ് ലിസ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ വെയിറ്റർ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ നിന്റെ ബോയ് ആണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം അവളുടെ തോളിൽ നിന്ന് ബാഗ് എടുക്കാൻ തുടങ്ങുന്നു. നീ എന്താണ് ചെയ്യുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ടി ബാഗ് പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബാഗ് വാങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോയി ഡോർ തുറന്നു കൊടുക്കുന്നു. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുകയാണ് എന്നവൾ റഫായി ചോദിക്കുന്നു. നീ പറയുന്ന എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നവൻ പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും തമാശ ഒപ്പിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് വാണിംഗ് കൊടുത്തിട്ട് അവൾ വണ്ടിയിൽ കയറുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ പാട്ട് പ്ലേ ചെയ്യുന്നു. അത്ര പോപ്പുലർ അല്ലാത്ത ഒരു സോങ് ആയിരുന്നെങ്കിലും ലിസിന് അത് ഇഷ്ടമായിരുന്നു. നീ ഈ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഇത് ബി സൈഡ് സോങ് അല്ലേ എന്നവൾ ചോദിക്കുന്നു. ബി സൈഡ് എന്ന് പറഞ്ഞാൽ കാസറ്റിലെ ബി സൈഡ് ആണോ എന്നവൻ ചോദിക്കുന്നു. അതെ, ആ സൈഡിൽ അത്ര പോപ്പുലർ അല്ലാത്ത പാട്ടുകളായിരിക്കും കൂടുതൽ, പക്ഷെ കേൾക്കാൻ സുഖമുള്ളതും അതായിരിക്കും എന്നവൾ പറയുന്നു. അവളുടെ ആ കോൺസെപ്റ്റ് കൈറോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്.ൻ്റ സാധാരണ ഇത്ര എലഗൻ്റായ രീതിയിലാണോ നിന്റെ കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാറുള്ളത് എന്നവൾ ചോദിക്കുന്നു. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? നിന്റെ ബോയ് ഫ്രണ്ടിനെ ചീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളെ വേണമെന്നല്ലേ നീ ആവശ്യപ്പെട്ടത്? അതുമാത്രമല്ല, വേറെ ചില ഡിമാൻഡ് കൂടി ഞാൻ പറഞ്ഞിരുന്നു. കള്ളം പറയാൻ മിടുക്കനായിരിക്കണം, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ കുറ്റബോധം തോന്നാത്ത ആളുമായിരിക്കണമെന്ന് ഞാൻ എഴുതിയിരുന്നു എന്ന് ലിസ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെയുള്ള ഒരാളേ ഉള്ളൂ, അത് ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് എന്നവൻ പറയുന്നു. നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ എത്രത്തോളം ചീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയുന്നില്ല. നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ എത്രമാത്രം ചീറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഐഡിയയും ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. സ്മൈലിൻ്റെ ആവശ്യം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയുകയാണ് ബാഡ്സ്. എൻ്റെ ലുക്ക് മാറ്റണം, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനെ ഇംപ്രസ് ചെയ്യുന്നൊരു വിധത്തിൽ സെക്സി ആകണം, എല്ലാത്തിലും ഉപരി ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവൻ്റെ ഹെഡ് ബീറ്റ് കൂടണം എന്നൊക്കെ അവൾ പറയുന്നു. ഇതുപോലെയാണോ എന്ന് ചോദിച്ച് ബാഡ്സ് തൻ്റെ മുഖം അവളുടെ മുഖത്തിനരികിലേക്ക് കൊണ്ടുചെല്ലുന്നു. സ്മൈൽ പതിയെ പുറകിലേക്ക് മാറിയിട്ട് ഇതുപോലെ തന്നെയെന്ന് പറയുന്നു. അപ്പോഴാണ് ഉച്ചത്തിലുള്ള ഹൃദയമിടിപ്പ് അവൾ ശ്രദ്ധിച്ചത്. അവൻ്റേതാണെന്ന് കരുതി എനിക്കിതിന് കഴിയുമല്ലേ? നിന്റെ ഹേർട്ട് ഇപ്പോൾ ഭയങ്കരമായി ബീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ നീ പഠിക്കേണ്ട കാര്യമില്ല അല്ലേ എന്ന് പറഞ്ഞവൾ സന്തോഷ പ്രകടനം നടത്തുന്നുണ്ട്. ഒന്നടങ്ങ് എന്ന് പറഞ്ഞ് ബാഡ്സ് അവളെ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ ഹെഡ് ബീറ്റ് അല്ല നിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവളുടെ കൈ എടുത്ത് അവളുടെ നെഞ്ചിൽ വെക്കുന്നു. സ്മൈലാകെ ചമ്മുന്നുണ്ട്. ശരിയാണ്, ഇത് എൻ്റെ തന്നെയാണ് എന്ന് അവൾ ചമ്മലോടെ പറയുന്നു. നീ എൻ്റെ അനിയത്തിയുടെ കുട്ടി പൊട്ടിയാണല്ലോ, എന്തായാലും ഇന്ന് ഇത്രയും മതി, നിനക്ക് വേണ്ടത് എന്താണ് എന്നൊക്കെ ഞാൻ നാളെ പഠിപ്പിക്കാം എന്നവൻ പറയുന്നു. ബോയ് ഫ്രണ്ട് കള്ളം പറഞ്ഞതുകൊണ്ടാണ് അവൻ ചീറ്റ് ചെയ്യുന്നുവെന്ന് മനസ്സിലായതെന്ന് ലിസ് പറഞ്ഞപ്പോൾ അതിനാണ് നീ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. അവളോട് കൂടുതൽ സംസാരിച്ചപ്പോൾ ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആകണമെന്ന് അവൾക്ക് ആഗ്രഹമില്ല. അവൻ ഇങ്ങോട്ട് കാണിക്കുന്നതിന് പ്രതികാരം ചെയ്യാൻ ഒരു കുഞ്ഞു സീക്രട്ട് എനിക്കും ഇരിക്കട്ടെ, അതാണ് അവളുടെ മനസ്സിലെന്ന് കൈറോയ്ക്ക് മനസ്സിലാക്കുന്നു. അവനത് തുറന്നു ചോദിച്ചിട്ട് നീ നിന്റെ ലക്ഷ്യം നേടി കഴിയുമ്പോൾ നിനക്ക് അവനോടുള്ള ദേഷ്യം കുറയുമായിരിക്കും, പക്ഷെ നിന്നെ കുറ്റബോധം ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്ന് പറഞ്ഞ് അവൻ അവളുടെ തുടയിൽ തടവുന്നു. അവളെ കൈതട്ടി മാറ്റിയിട്ട് എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതിന് നന്ദി, ഇനി ഞാൻ നിന്നെ റെന്റിനെടുക്കില്ല എന്ന് പറയുന്നു. സ്മൈൽ ബോയ് ഫോർ റെന്റിന്റെ ഓഫീസിൽ നിന്ന് മടങ്ങുന്ന വഴി ഒരു നൈറ്റ് ക്ലബ്ബിൽ കയറുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ കണ്ട് ഇവൾ ഭയങ്കര സെക്സി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി സ്റ്റേജിലേക്ക് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണ് സ്മൈലിനെ ചൂസ് ചെയ്തത്. ആദ്യമായി ക്ലബിലേക്ക് കയറി തനിക്ക് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് സ്മൈൽ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കൈറോ ലിസിനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യുന്നു. റെൻറ്റിൻ്റെ കാര്യത്തിൽ മനസ്സ് മാറുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നവൻ പറഞ്ഞപ്പോൾ അതിനൊരു ചാൻസും ഇല്ല, നമ്മൾ തമ്മിൽ ഇനി കാണേണ്ടി വരില്ല എന്ന് പറഞ്ഞ ലിസ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നീ ഉറപ്പായും നിൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്യും,
ഞാനിതുവരെ ഇക്കാര്യത്തിൽ തോറ്റിട്ടില്ല എന്ന് കൈറോ പറഞ്ഞപ്പോൾ അവൾ അവനെ പരിഹസിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. സ്റ്റേജിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ മടിച്ചു നിന്ന സ്മൈലിനോട് വിജയിച്ചാൽ 10,000 രൂപ സമ്മാനമായി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബോയിയെ റെന്റ് ചെയ്തതിൻ്റെ കാശ് അങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവൾ കയറി ചെല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ പെണ്ണ് ചെയ്തതുപോലെ ഒരു സെക്സി ഡാൻസ് ചെയ്യണം. അതാണ് ടാസ്ക്. അത് കഴിയുമ്പോൾ ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് 10 റോസസ് കിട്ടിയാൽ വിജയിക്കും. പക്ഷെ 10 റോസസ് കിട്ടിയില്ലെങ്കിൽ പണിഷ്മെൻറ്റ് നേരിടേണ്ടി വരും. ഒരു റോസിന് ഓഡിയൻസ് 500 രൂപ വീതം നൽകണം. ഇതായിരുന്നു റൂൾസ് പറഞ്ഞ ശേഷം സോങ് പ്ലേ ചെയ്തിട്ട് അവരവിടെ നിന്ന് മാറുന്നു. സ്മൈൽ ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും പിന്നീട് തോന്നിയ പോലെയൊക്കെ കളിക്കാൻ തുടങ്ങുന്നു. അവളുടെ സെക്സി ഡാൻസ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും തലയിൽ കൈവെക്കുന്നുണ്ട്. സിമ്പതി തോന്നിയിട്ടാണോ എന്തോ കുറച്ചുപേർ റോസസ് നൽകുന്നുണ്ട്. ഇതാണോ നിന്റെ ഡാൻസ്? എയറോബിക് എക്സർസൈസ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊരാൾ വിളിച്ചു പറയുന്നുമുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ സ്മൈൽ അതൊന്നും കാര്യമാക്കാതെ ഡാൻസ് ചെയ്യുകയാണ്. അപ്പോഴാണ് കൈറോ അങ്ങോട്ടേക്ക് വന്നത്. സ്മൈലിനെ അവനും കാണുന്നുണ്ട്. അവനും ഒരു റോസ് കയ്യിൽ വാങ്ങി വെക്കുന്നു. അപ്പോഴേക്കും പാട്ടും ഡാൻസും കഴിഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന റോസസ് എണ്ണം തുടങ്ങിയിരുന്നു. പക്ഷെ അത് 9 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പണിഷ്മെൻറ്റ് നേരിടേണ്ടി വരുമെന്ന് ആങ്കർ അറിയിക്കുന്നു. ചെറിയ പണിഷ്മെൻറ്റ് തരാവുള്ള എന്ന് സ്മൈൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പണിഷ്മെൻറ്റ് തീരുമാനിക്കുന്നത് ഞാനല്ല, ഇന്നത്തെ നമ്മുടെ VIP ഗസ്റ്റാണ് എന്ന് പറഞ്ഞ് ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ടാണ് VIP ഗസ്റ്റ് സ്റ്റേജിലെത്തിയത്. എനിക്കിപ്പോൾ ഒരു സ്കൂൾ യൂണിഫോം ഷർട്ട് വേണം, അത് ഊരി തരാൻ അയാൾ സ്മൈലിനോട് ആവശ്യപ്പെടുന്നു. സ്മൈലാകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ റൂൾസ് അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ആങ്കറും കാണികളും എല്ലാം കൂടി അവളെ നിർബന്ധിക്കുന്നു. അവസാനം മറ്റു വഴിയില്ലാതെ സ്മൈൽ ഷർട്ടിൻ്റെ ബട്ടൺ ഊരി തുടങ്ങിയപ്പോൾ കൈറോ റോസുമായി അവിടേക്ക് വന്നിട്ട് ഇത് ഞാൻ ഇവൾക്ക് വാങ്ങിയ റോസാണ്, ഇപ്പോൾ 10 ആയില്ലേ, ഇനി പണിഷ്മെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ VIP അത് തട്ടി എറിഞ്ഞിട്ട് ഗെയിം എപ്പോഴേ കഴിഞ്ഞതാണ്, ഇനി റോസ് സ്വീകരിക്കില്ല, റൂൾസായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നു. കൈറോ എതിർത്ത് എന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത കാരണം അവൻ തിരികെ പോകുന്നു. എല്ലാവരും വീണ്ടും സ്മൈലിൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോഴാണ് ബാഡ്സ് സ്റ്റേജിലേക്ക് കയറി വച്ചെന്ന് നിസ്സഹായ ഒരു പെൺകുട്ടി അങ്ങനെ ചൂഷണം ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുന്നത്. നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് അയാൾ തിരിച്ച് അവൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ അവൻ അയാളെ ഇടിക്കാൻ ചെല്ലുന്നുണ്ട്. ആങ്കർ അവനെ പിടിച്ചു മാറ്റി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സ്കൂൾ ഷർട്ട് വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ ഷർട്ട് ഊരി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് സ്മൈലിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കൈറോ അതും കാണുന്നുണ്ട്. ബാഡ്സ് അവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നീ വീട്ടിൽ പോകാതെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്, നീ ആ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. പ്രൈസ് മണി കേട്ടപ്പോൾ ഞാൻ പോയതാണെന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ നിന്റെ സ്വന്തം സുരക്ഷയേക്കാൾ വലുതാണോ പണം എന്ന് ചോദിച്ച് അവൻ വീണ്ടും ദേഷ്യപ്പെടുന്നു. നീ ഇങ്ങനെയാണെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നയാൾ ഒരിക്കലും നിന്നെ തിരിച്ച് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നും അവൻ പറയുന്നു. അപ്പോഴാണ് കൈറോയും അകത്തുണ്ടായിരുന്നു എന്ന് സ്മൈൽ പറയുന്നത്. നീ ഇഷ്ടപ്പെടുന്ന കൈറോയെയാണോ, മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡന്റ് അല്ലേ എന്ന് ബാഡ്സ് ചോദിക്കുന്നു. നിനക്കവനെ അറിയാമോ എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ ഞാൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, പക്ഷെ അവൻ റിജക്റ്റ് ചെയ്തു. സുന്ദരികളായ പെൺകുട്ടികളെ മാത്രമേ അവൻ അക്സെപ്റ്റ് ചെയ്യൂ. അവൻ ആ ടൈപ്പാണ്, അവൻ ശരിക്കും ഒരു പ്ലേ ബോയ് ആണ്, നീ അവൻ്റെ ടൈപ്പ് അല്ല എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൻ എനിക്ക് റോസുമായി വന്നല്ലോ എന്ന് സ്മൈൽ തർക്കിച്ചപ്പോൾ അത് അവന് നിന്നോട് കഷ്ടം തോന്നിയിട്ടാകും, അവന് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൻ ആദ്യമേ റോസ് തരുമായിരുന്നു, ഗെയിം കഴിഞ്ഞ ശേഷമല്ല തരേണ്ടത്. തലയ്ക്കകത്ത് എന്തെങ്കിലുമുള്ള പെൺപിള്ളേരെയാണ് ആൺകുട്ടികൾ ഇഷ്ടം. നീ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വേറെ ആരോടെങ്കിലും ഒരു സ്കൂൾ ഷർട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവൻ ഇമ്പ്രസ് ആയേനെ. അതിന് പകരം നീ എന്താ ചെയ്തത്, നിൻ്റെ ഷർട്ട് ഊരി കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നിന്നെ കെയർ ചെയ്യില്ല എന്ന് ബാഡ്സ് പറയുന്നു. അവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നതിനാൽ സ്മൈലാകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലെ തെറ്റാണ് എന്നെനിക്കറിയാം, ഞാനിങ്ങനെ ആകുന്നതിൽ എനിക്കും നല്ല വിഷമമുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞവൾ കരയുന്നു. കരയണ്ട, നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് പിന്നെയും എൻ്റെ അനിയത്തിയെ ഓർമ്മ വരികയാണ് എന്നവൻ പറയുന്നു. നിന്റെ അനിയത്തി കരയുമ്പോൾ കരച്ചിൽ നിർത്താൻ നീ എന്താണ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ കരച്ചിൽ കൂടി നിർത്താമോ എന്നവൾ കരച്ചിലിനിടയിൽ ചോദിക്കുന്നു. ബാഡ്സ് കുറച്ചു നേരം ഒന്ന് മടിച്ചെന്നെങ്കിലും പിന്നീട് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. സ്മൈൽ ആദ്യം ഒന്ന് പകച്ചെങ്കിലും അങ്ങനെ നിന്ന് കുറച്ചു നേരം കൂടി കരയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കരച്ചിലാങ്ങി കഴിഞ്ഞപ്പോൾ അവൾ പിന്മാറിയിട്ട് നീ എന്തിനാണ് എന്നെ കെട്ടിപ്പിടിച്ചത് എന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ അനിയത്തിയെ സമാധാനിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ് എന്ന് അവൻ പറയുന്നു. സ്മൈലിൻ്റെ മുഖം ആകെ ചുവന്നു കൊടുത്തിട്ടുണ്ട്. അവൾ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ഈ നേരത്തെ ഇവിടെ ടാക്സി കിട്ടില്ല, പിന്നെ നീ എങ്ങനെ പോകുമെന്ന് ബാഡ്സ് ചോദിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ പോകുമെന്ന് സ്മൈൽ സ്വയം ചോദിച്ചപ്പോൾ അവനൊരു കുസൃതി ചിരിയോടെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ എന്നോട് അപേക്ഷിക്കാൻ പറയുന്നു. അപേക്ഷിക്കണോ എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ അതെ, ഇതാണ് ആൺപിള്ളേരെ മയക്കാൻ നീ ആദ്യം പഠിക്കേണ്ട ലെസൺ, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ സ്വീറ്റായി അപേക്ഷിക്കണം എന്നവൻ പറയുന്നു. ഇത് കുറച്ച് പാടുപെടും എന്ന് പറഞ്ഞ് സ്മൈൽ അവൻ്റെ തോളിൽ കൈവച്ച് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടുമോ എന്ന് ചോദിക്കുന്നു. വയസ്സായ വല്യമ്മമാർ ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ, ഇങ്ങനെയാണോ ചോദിക്കുന്നത്, ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം, ആൺപിള്ളേരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് വേണം ചോദിക്കാൻ എന്നവൻ പറയുന്നു. അവൾ 1-2 തവണ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവസാനത്തെ തവണ പറഞ്ഞപ്പോൾ ബാഡ്സ് ശരിക്കും ഇമ്പ്രസ് ആക്കുന്നു. ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ വണ്ടി എടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോകുന്നു. അവൻ ബൈക്കിൽ കയറി വന്നപ്പോഴാണ് വണ്ടി അതാണ്, കാറല്ല എന്ന് അവൾ അറിയുന്നത്. ഏതായാലും അവൾ കൂടെ ചെല്ലുന്നു. ഹെൽമെറ്റ് വെക്കാനും അവനവളെ സഹായിക്കുന്നുണ്ട്. സ്മൈൽ അവനെ തൊടാതെ പുറകിലേക്ക് മസിൽ പിടിച്ചൊക്കെ കയറിയിരുന്നെങ്കിലും വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ അവൾ കോവി വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. പേടി കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അവൾ ആ പിടിവിടുന്നില്ല. അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെത്തിയ ശേഷം അവൻ തിരിച്ചു പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അവനും താമസിക്കുന്നത് അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് എന്ന് അവൾ അറിയുന്നത്.
ബാഡ്സ് താഴെ ഇരുന്ന് ബൈക്കിൻ്റെ എന്തോ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ട് സ്മൈൽ ഞെട്ടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.